എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അമേരിക്കയിലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ടെക്നോളജി സ്റ്റോക്കുകളിലുള്ള സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലും അത്തരത്തിലുള്ളൊരു സെൽ ഓഫ് തന്നെയാണ് കണ്ടത്. അമേരിക്കയിൽ Q3 റിസൾട്ട് സീസൺ ഓൾമോസ്റ്റ് എൻഡ് ചെയ്ത രീതിയിലാണ്. ഇനി വളരെ കുറവ് കമ്പനികൾ മാത്രമാണ് Q3 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാനുള്ളൂ. അവസാനമായിട്ട് വന്നിട്ടുള്ള മേജർ റിസൾട്ടുകൾ വാൾമാർട്ട്, അതുപോലെ തന്നെ NVIDIA ഒക്കെയാണ്. NVIDIAയുടെ റിസൾട്ടായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. NVIDIAയുടെ റിസൾട്ടും ഗൈഡൻസും ഒക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം NVIDIAയുടെ സ്റ്റോക്ക് പ്രൈസിൽ വലിയ രീതിയിലുള്ള സെൽ ഓഫാണ് കണ്ടത്. $170.93 പെർ ഷെയർ വരെയൊക്കെ വെള്ളിയാഴ്ചയും NVIDIA താഴെ വന്നിരുന്നു. ഓവറോൾ എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളിലും അമേരിക്കയിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറാണ് കണ്ടത്. പ്രത്യേകിച്ച് AI ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളിൽ ഒറാക്കിളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളൊരു കമ്പനിയാണ് ഒറാക്കിൾ ഡാറ്റാ സെൻറ്ററുകളിൽ. ഒറാക്കിളിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ അറൗണ്ട് 40% ആണ് ഇടിവ് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ഇടിവ് മറ്റു പല ടെക്നോളജി റിലേറ്റഡ് കമ്പനികളിലും വന്നിട്ടുണ്ട്. അതേസമയം ആൽഫബറ്റ് അതുപോലെ തന്നെ ആപ്പിൾ, ഈ രണ്ട് കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല. മറിച്ച് ആൽഫബറ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ട് റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. $3.62 ട്രില്യൺ ആണ് ഇപ്പോൾ ആൽഫബറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതോടൊപ്പം തന്നെ ആപ്പിളും $271.49 പെർ ഷെയറിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് സ്റ്റോക്കുകളാണ് ബെറ്ററായിട്ട് അമേരിക്കയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ടെക്നോളജി സ്റ്റോക്കുകൾ. മറ്റെല്ലാ സ്റ്റോക്കുകളും താഴെയാണ്. NVIDIA ക്ലോസിംഗ് ലെവലിൽ $178.88 ഉയർന്നിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപും ടീമും S200 ചിപ്പുകൾ NVIDIA ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് ബാൻ ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും ആ എക്സ്പോർട്ട് ബാൻ വിഡ്രോ ചെയ്യാൻ പോവാണ്. ചൈനയിലേക്ക് X200 ചിപ്പുകൾ കയറ്റുമതി നടത്താനുള്ള അനുമതി NVIDIAക്ക് നൽകുമെന്ന് അടുത്തൊരു റിപ്പോർട്ട് വന്നിരുന്നു. അതിനുശേഷമാണ് അറൗണ്ട് $173 പെർ ഷെയർ ലെവലിൽ നിന്നും $178.86 പെർ ഷെയറിലേക്ക് ട്രേഡിംഗ് ക്ലോസ് ചെയ്യുന്നതോട് കൂടിയിട്ട് NVIDIAയുടെ സ്റ്റോക്ക് പ്രൈസ് ഉയർന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രംപ് മുമ്പ് പറഞ്ഞിരുന്ന പല കാര്യങ്ങൾ അദ്ദേഹം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ NVIDIAയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ NVIDIA തന്നെയായിരുന്നു ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകളിൽ ഏറ്റവും മേജറായിട്ട് ലൂസ് ചെയ്തിട്ടുള്ളൊരു കമ്പനി. കാരണം ചൈനീസ് ചിപ്പ് മേക്കിംഗ് കമ്പനികൾ NVIDIAയുടെ ചിപ്പുകൾക്ക് ബദലായിട്ടുള്ള പല ചിപ്പുകളും ചൈനയിൽ പുറത്തിറക്കിക്കൊണ്ടാണ് ചൈനയിൽ AI മോഡൽസൊക്കെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോങ് റണ്ണിൽ NVIDIA തന്നെയാണ് ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്ലി ഇമ്പാക്റ്റഡ് ആയിട്ടുള്ളത്. ആ ഒരു ഇമ്പാക്റ്റ് മാറ്റാൻ വേണ്ടി തന്നെയാണ് ട്രംപും ടീമും വീണ്ടും NVIDIAക്ക് X200 AI ചിപ്പുകൾ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള അനുമതി നൽകാൻ പോകുന്നത്. തീർച്ചയായിട്ടും NVIDIAനെ സംബന്ധിച്ച് ഇത് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. അതേസമയം ചൈനീസ് കമ്പനികൾ ധാരാളം ഡൊമസ്റ്റിക് ചിപ്പുകൾ തന്നെയാണ് ഇപ്പോൾ AI മോഡൽസിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ആൽഫബറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആൽഫബറ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ന്യൂസ് ഫ്ലോസ് ധാരാളമുള്ളൊരു കമ്പനിയാണ്. വാറൻ ബഫറ്റിൻ്റെ ബെർക്ഷർ ഹാത്താവേ വലിയ രീതിയിലാണ് ആൽഫബറ്റിൻ്റെ സ്റ്റോക്ക് Q3 വാങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആൽഫബറ്റിൻ്റെ Gemini 3 AI മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മറ്റ് എല്ലാ മോഡൽസിനേക്കാളും ബെറ്റർ പെർഫോമൻസ് ആണ് Gemini 3 മോഡൽസിനുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒരു കാര്യത്തിൽ മാത്രമാണ് Gemini 3 മോഡൽ പിന്നിട്ട് നിൽക്കുന്നത്, കോഡിങ്ങിൽ. ഈ കോഡിങ്ങിൽ മുന്നിട്ട് നിൽക്കുന്ന AI ടൂള്, AI മോഡൽ ആന്ത്രോപ്പിക്കിൻ്റെ ക്ലോഡാണ്. അതുകൊണ്ട് തന്നെ Gemini 3 ലോഞ്ചിന് ശേഷം ആൽഫബറ്റിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ വീണ്ടും വലിയ രീതിയിലുള്ള വർധനവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിലും ആൽഫബറ്റിൻ്റെ സ്റ്റോക്ക് പ്രൈസ് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അമേരിക്കയിൽ ഇപ്പോഴുള്ള സംശയം US ഫെഡ്
അടുത്ത മാസം നടക്കുന്ന മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാതിരിക്കുകയോ ചെയ്യുമോ എന്നുള്ളൊരു സംശയമാണ്. തീർച്ചയായിട്ടും ആ ഒരു സംശയത്തിൻ്റെ ഇമ്പാക്റ്റാണ് അമേരിക്കൻ മാർക്കറ്റിൽ കാണുന്നത്. ബാങ്ക് ഓഫ് അമേരിക്ക മെറിൽ ലിഞ്ച് വെള്ളിയാഴ്ച ട്രേഡിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷം പറഞ്ഞിരിക്കുന്നത് ജെറോം പവലിൻ്റെ നേതൃത്വത്തിലുള്ള US ഫെഡ് അദ്ദേഹം ഗവർണറായിരിക്കുന്നിടത്തോളം കാലം ഇനി ഒരുപക്ഷെ റേറ്റ് കട്ട് നടത്തിയേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ബാങ്ക് ഓഫ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് അനലിസ്റ്റുകളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ US ഫെഡ് ഡിസംബർ മാസത്തിൽ വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചേക്കും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ ഗോൾഡ് പോലുള്ള കമ്മോഡിറ്റികളെ സംബന്ധിച്ചും സ്ലൈറ്റ്ലി നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഡിസംബർ 9-10 തീയതികൾ വരെ കാത്തിരിക്കണം. ഡിസംബർ 9-10 തീയതികളിലാണ് US ഫെഡിൻ്റെ മീറ്റിംഗ് വരാൻ പോകുന്നത്. അപ്പോൾ അമേരിക്കയിലുള്ള ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അതുപോലെ തന്നെ പല US ഫെഡ് മെമ്പേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നെയാണ് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രംപ് വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് റഷ്യ ഉക്രൈൻ വാറ് നിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വാറ് നിർത്തേണ്ടത് ആവശ്യമാണ്. പാവപ്പെട്ട ജനങ്ങളാണ് മരിച്ചു വീഴുന്നത്. ട്രംപിൻ്റെ പുതിയ പ്രപ്പോസൽ 28 പോയിൻ്റ് പ്രപ്പോസലാണ്. നാറ്റോ മെമ്പർഷിപ്പ് ഉക്രൈൻ എടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഉക്രൈൻ ആർമി സ്ട്രെങ്ത് കുറയ്ക്കണം, അതോടൊപ്പം തന്നെ റഷ്യ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള സ്ഥലമൊക്കെ റഷ്യക്ക് വിട്ടുകൊടുക്കണം. ഇത്തരത്തിലുള്ള 28 കാര്യങ്ങളാണ് US ഉക്രൈൻ്റെ മേൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ കൺട്രികളിൽ സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല, അവർ പല മാറ്റങ്ങളും വേണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും US-ൻ്റെ ഈ പ്രപ്പോസൽ ഒരു പക്ഷേ ഉക്രൈൻ ആക്സെപ്റ്റ് ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും റഷ്യയുടെ വിജയമായിട്ടാണ് ഇത് കാണുന്നത്. കാരണം സോവിയറ്റ് യൂണിയൻ തകർന്ന അവസരത്തിൽ റഷ്യ മറ്റ് യൂറോപ്യൻ കൺട്രികളും അതുപോലെ തന്നെ US ആയിട്ടൊക്കെ ഒരു എഗ്രിമെൻറ്റിലെത്തിയിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിഘടിച്ചു പോകുന്ന രാജ്യങ്ങൾക്കൊന്നും തന്നെ നാറ്റോ മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു എഗ്രിമെൻറ്റിലൊക്കെ എത്തിയിരുന്നു. പക്ഷേ അമേരിക്കനും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ എഗ്രിമെൻറ്റ് വയലേറ്റ് ചെയ്തുകൊണ്ട് പല രാജ്യങ്ങൾക്കും നാറ്റോ മെമ്പർഷിപ്പൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ആ അവസരത്തിൽ റഷ്യക്ക് പ്രതികരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടും റഷ്യ വളരെ വീക്കായിരുന്നു. അതേസമയം റഷ്യ സാമ്പത്തികമായിട്ടും പൊളിറ്റിക്കലായിട്ടും സ്ട്രോങ് ആയപ്പോഴാണ് ഉക്രൈൻ്റെ മേൽ ആക്രമണം നടത്തിയത്. കാരണം ഉക്രൈൻ നാറ്റോ മെമ്പർഷിപ്പിന് വേണ്ടി നാറ്റോ രാജ്യങ്ങളുടെ പുറകിൽ പോയിരിക്കുകയായിരുന്നു. ആ അവസരത്തിലാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചിട്ടുള്ളത്. അതിനൊരു മേജർ റീസൺ എന്ന് പറയുന്നത് റഷ്യയുടെ 2 കണ്ടീഷൻസ്. ഒന്ന്, നാറ്റോ മെമ്പർഷിപ്പ് ഉക്രൈൻ എടുക്കാൻ പാടില്ല, അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളും റഷ്യക്ക് വിട്ടുകൊടുക്കണം എന്ന തരത്തിലുള്ള കണ്ടീഷൻസ് ആയിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു കണ്ടീഷൻസ് ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ഡീലാണ് അമേരിക്ക ഉക്രൈനോട് ആക്സെപ്റ്റ് ചെയ്യാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഉക്രൈനെ ചതിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അമേരിക്ക തന്നെയാണ് ഉക്രൈനോട് റഷ്യ ആയിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ പറഞ്ഞത്. അമേരിക്ക തന്നെയാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉക്രൈൻ റഷ്യ വാർ അവസാനിക്കുകയാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. കാരണം ധാരാളം മനുഷ്യരാണ് ഈ യുദ്ധത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യുദ്ധം നിൽക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യരാശിക്ക് നന്നായിരിക്കും. ഒപ്പം ട്രംപ് സൊഹ്റാൻ മംദാനിനെ കുറിച്ച് ഇപ്പോൾ വളരെ നല്ല ലീഡറാണ്, അതോടൊപ്പം തന്നെ വളരെ റോൾ മോഡലാണ് എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെയാണ് ഇറക്കിയിരിക്കുന്നത്. ന്യൂയോർക്ക് മേയറായിട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ട്രംപ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ നടത്തുന്നത്. തീർച്ചയായിട്ടും ഡെയിലി ഓരോന്ന് മാറ്റി പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ലെങ്കിൽ ഒരു രാജ്യ ലീഡ് ചെയ്യുന്ന ഒരു നേതാവിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഡെയിലി ഓരോ കാര്യങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയായി എന്നാണ് പൊതുവെയുള്ള സംസാരങ്ങളൊക്കെ ഗ്ലോബലി. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. G20 മീറ്റിംഗ് ആദ്യമായിട്ട് ഒരു ആഫ്രിക്കൻ രാജ്യത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് മാത്രമാണ് പങ്കെടുക്കാത്തത്. ആദ്യ ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ
കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും തന്നെയല്ല G20 രാജ്യങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിയാക്ഷനൊക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ വന്നേക്കാം. എന്നിരുന്നാലും പൊതുവെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് G20 മീറ്റിങ്ങിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഗ്ലോബൽ സിറ്റുവേഷൻ. റഷ്യ ഉക്രൈൻ വാർ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യനെ സംബന്ധിച്ച് നല്ലത് തന്നെയാണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റുകളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത് ലോങ് റണ്ണിൽ. കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും ജപ്പാനും ചൈനയും തമ്മിലുള്ള ബന്ധമൊക്കെ വഷളായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് തൈവാനെക്കുറിച്ച്. അതിനുശേഷം ചൈന വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് ഇറക്കിയിരുന്നത് ജപ്പാൻ എഗനിസ്റ്റ് ആയിട്ട്. തീർച്ചയായിട്ടും ഈ രണ്ട് രാജ്യങ്ങളുടെ ബന്ധം വഷളാവുന്നത് ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് നല്ലൊരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഒപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ അമേരിക്കൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റുകൾ വീക്ക് ടു വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളും ഏഷ്യൻ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും വീക്ക് ടു വീക്കായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് കഴിഞ്ഞ ആഴ്ച ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് സീസൺ Q2 റിസൾട്ട് സീസൺ എൻഡ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷൻ ആയിരുന്നു, ബീഹാർ അസംബ്ലി ഇലക്ഷൻ. ആ റിസൾട്ട് വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ രണ്ട് ഇവൻറ്റുകളും വന്നു കഴിഞ്ഞു. ഇനി നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് India-US ട്രേഡ് ഡീലാണ്. ഈ ട്രേഡ് ഡീലും അതുപോലെ തന്നെ ഇന്ത്യൻ ഇമ്പോർട്ടിൽ മേലുള്ള താരിഫും അമേരിക്ക കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതേസമയം നിഫ്റ്റി റെക്കോർഡ് ഹൈന് അടുത്ത് മാത്രമേ എത്തിയുള്ളൂ. അറൗണ്ട് 30 പോയിൻ്റ് താഴെ വരെ എത്തിയുള്ളൂ. അതിനുശേഷം വെള്ളിയാഴ്ച പൊതുവെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. അതേസമയം സെൻസെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച 85,101.70 ആണ് സെൻസെക്സിൻ്റെ റെക്കോർഡ് ഹൈ വെള്ളിയാഴ്ച ഹിറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു അപ്വേർഡ് മൊമെൻറ്റം തന്നെയാണ് കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുള്ളത്. ഈ ആഴ്ചയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ബയാസ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. അതോടൊപ്പം തന്നെ ഡിസംബർ ആദ്യ വാരത്തിലാണ് RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് വരുന്നത്. ഈ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൽ 0.25% നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റിയും വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലും ഗോൾഡിൽ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി തന്നെയാണ് കണ്ടത്. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന $464.2 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ സിൽവറിലും നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് കണ്ടത്. സിൽവർ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് $49.94 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഡിപ്പ് ബൈയിങ് തീർച്ചയായിട്ടും ഗോൾഡിൽ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡ് താഴെ പോകുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ സെനറ്റിൽ കഴിഞ്ഞ ആഴ്ച ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു. അമേരിക്കയിലത്തെ ഗോൾഡ് റിസർവ് ഓഡിറ്റ് ചെയ്യണം എന്ന തരത്തിലുള്ളൊരു ബില്ലാണ്. ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഗോൾഡ് റിസർവുകളെ സംബന്ധിച്ചൊരു ഓഡിറ്റിംഗ് ഒക്കെ വന്നേക്കാം. പ്യൂരിറ്റി കുറവാണെങ്കിൽ ആ പ്യൂരിറ്റിക്ക് ഗ്ലോബൽ സ്റ്റാൻഡേർഡായിട്ട് പ്യൂരിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും ഒരുപക്ഷെ ബൈയിങ് ഒക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ വന്നേക്കാം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ വരികയാണെങ്കിൽ ഇതും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകൾ
2025 വാങ്ങിയിട്ടുള്ളത് Q3 NDML 634 ടൺസാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് സെൻട്രൽ ബാങ്കുകൾ വാങ്ങിയിട്ടുള്ളത് 950-1000 ടൺ റേഞ്ചിലാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒക്ടോബർ മാസത്തിൽ, അതുപോലെ തന്നെ നവംബർ മാസത്തിൽ, ഡിസംബർ മാസത്തിൽ ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകൾ വലിയ രീതിയിൽ ഗോൾഡ് വാങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്, പ്രത്യേകിച്ച് ചൈനീസ് സെൻട്രൽ ബാങ്ക്. അപ്പോൾ തീർച്ചയായിട്ടും സെൻട്രൽ ബാങ്കുകളുടെ ബയ്യിങ്ങും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റഷ്യ ഉക്രൈൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഗോൾഡ് പ്രൈസിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം അമേരിക്കയിൽ US ഫെഡ് അടുത്ത മാസത്തിൽ നടക്കുന്ന US ഫെഡിൻ്റെ മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ വീണ്ടും അത് ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ കമോഡിറ്റികൾ കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ വോളാറ്റിലിറ്റി ഉണ്ടായിരുന്നു. മറ്റെല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. 89.48 ലെവലിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. സാധാരണ രീതിയിൽ റുപ്പി താഴെ വരുമ്പോൾ RBI ഇൻ്റർവെൻഷനൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച അത്തരത്തിലുള്ള ഇൻ്റർവെൻഷൻ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ടിംഗ് നടത്തുന്ന കമ്പനികളെ സംബന്ധിച്ച് റുപ്പിയുടെ ഡിപ്രീസിയേഷൻ വളരെ പോസിറ്റീവാണ്. അതേസമയം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡ് ഓയിൽ, ഗോൾഡ്, അപ്പോൾ ഈ 2 കമ്മോഡിറ്റികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റുപ്പി ഡിപ്രീസിയേഷൻ ഇമ്പോർട്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെയല്ല. എന്നിരുന്നാലും ഓവറോൾ റുപ്പി ഡിപ്രീസിയേഷൻ ഇന്ത്യൻ എക്കണോമിക്ക് ഒരു ബർഡൻ തന്നെയാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള കമ്മോഡിറ്റി, അതുപോലെ തന്നെ കറൻസി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതോടൊപ്പം തന്നെ താരിഫ് ഇമ്പോസിഷൻ വന്നതിന് ശേഷം നമ്മുടെ എക്സ്പോർട്ട് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്സ് കുറയാണ്, അതേസമയം ചൈനയിലേക്കുള്ള എക്സ്പോർട്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയിലത്തെ എക്സ്പോർട്ടിലുണ്ടാവുന്ന കുറവ് ചൈനീസ് എക്സ്പോർട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് കുറഞ്ഞാലും മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ചും ഇന്ത്യനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ റിഫോം മെഷേഴ്സ് സെബിയുടെ ഭാഗത്ത് നിന്ന് ധാരാളം റിഫോം മെഷേഴ്സൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഡിസംബർ 17 ബോർഡ് മീറ്റിങ്ങിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ, അതുപോലെ തന്നെ ബ്രോക്കറേജുകളുടെയൊക്കെ ബ്രോക്കറേജ് സംബന്ധിച്ചുള്ള പല ഡിസിഷനും വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ലോങ് റണ്ണിൽ മാർക്കറ്റിനൊക്കെ നൽകാൻ പോകുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തെ നവംബർ മാസത്തെ PMI ഡാറ്റ നോക്കുകയാണെങ്കിൽ 59.9 ഒക്ടോബറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി താഴെയാണ്. മാനുഫാക്ചറിങ് രംഗത്തുള്ള സ്ലൈറ്റ് ഡിപ്പാണ്. പക്ഷേ ഈ ഡാറ്റയിൽ വന്നിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. അതുകൊണ്ട് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെയല്ല. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ സംബന്ധിച്ച് ചെറിയ നെഗറ്റീവ് ന്യൂസാണ്. നമ്മൾ ദുബായ് എയർ ഷോയിൽ തേജസ് എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്തിട്ടുള്ളത്. ഇത് വലിയൊരു കാര്യമൊന്നും തന്നെയല്ല. ഇത്തരത്തിലുള്ള എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ സാധാരണ രീതിയിൽ ടെസ്റ്റിംഗ് സമയങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ടെസ്റ്റ് റൺ നടത്തുന്ന സമയങ്ങളിലൊക്കെ, പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സമയങ്ങളിലൊക്കെ ക്രാഷസ് ഉണ്ടാവാറ് പതിവാണ്. അമേരിക്കയുടെ F-35 ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എയർക്രാഫ്റ്റാണ്. 12 ടൈംസാണ് ഇത്തരത്തിൽ ക്രാഷ് നേരിട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പല സമയങ്ങളിലും എൻജിൻ പെർഫോം ചെയ്യാതിരുന്നിട്ടൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും തന്നെയല്ല. അതോടൊപ്പം തന്നെ ചൈനയുടെ J-17 എയർക്രാഫ്റ്റൊക്കെ അറൗണ്ട് 14 ടൈംസൊക്കെ ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എയർക്രാഫ്റ്റ് തേജസ്
രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത്തരത്തിൽ ക്രാഷ് ചെയ്യുന്നത്. ഇത് കാര്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് ഒന്നും തന്നെയല്ല ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിനെ സംബന്ധിച്ച്. എന്നിരുന്നാലും ഒരുപക്ഷെ HALൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഒരുപക്ഷെ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടേക്കാം. ഓവറോൾ ഈ ന്യൂസ് ഒരു ഗ്ലൂമി പിക്ചർ ഉണ്ട് എന്ന് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ നമ്മുടെ ഡിഫൻസ് ഇനീഷ്യേറ്റീവ്സിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. HDC AMC 1:1 ബോണസ് ഡിക്ലെയർ ചെയ്തിരുന്നു. റെക്കോർഡ് ഡേറ്റ് ഈ ആഴ്ചയാണ്, നവംബർ 26-നാണ്. അതോടൊപ്പം തന്നെ തൈറോ കെയർ 2:1 ബോണസ് ഡിക്ലെയർ ചെയ്തിരുന്നു. റെക്കോർഡ് ഡേറ്റ് വരുന്നത് നവംബർ 28-നാണ്. അപ്പോൾ ബോണസ് വാങ്ങാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് ഈ 2 സ്റ്റോക്കുകളും വാങ്ങാവുന്നതാണ് തിങ്കളും ചൊവ്വയൊക്കെ ആയിട്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ IPO മാർക്കറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന എക്സൽ സോഫ്റ്റ്വെയർ ടെക്നോളജീസ്, അതുപോലെ തന്നെ ഗലാഡ് സ്റ്റീൽ, ഈ 2 IPOs ആണ് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന മേജർ IPOs. എക്സൽ സോഫ്റ്റ് ടെക്നോളജീസ് 45.46 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. അതേസമയം BSE SMEയിലുള്ള ഗലാഡ് സ്റ്റീൽ 375.54 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 IPOസും ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്തിട്ടുള്ള സുദീപ് ഫാമ 593 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്, 1 രൂപയാണ് ഫേസ് വാല്യൂ. ഇക്വിറ്റി ക്യാപിറ്റൽ IPOയ്ക്ക് ശേഷം വരുന്നത് 11.29 കോടിയാണ്. പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യാൻ പോകുന്ന 76.15%. ബുക്ക് വാല്യൂ 69.35 ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ IPO 8.55 ടൈംസ് ആണ് വരുന്നത്. PE റേഷ്യോ നോക്കുകയാണെങ്കിൽ 48.29 ആണ്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അഗ്രസീവ് പ്രൈസിങ് ആണ്. പക്ഷേ ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കമ്പനിയാണ്. 1989-ലാണ് ഈ കമ്പനി ഫോം ചെയ്യുന്നത് തന്നെ. ഫാർമസ്യൂട്ടിക്കൽ അതുപോലെ തന്നെ ഫുഡ് ഗ്രേഡ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. 100 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്സ് നടത്തുന്നുണ്ട്. മേജർ ക്ലയൻറ്റുകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 1100 കസ്റ്റമേഴ്സ് ഉണ്ട്. മേജർ കസ്റ്റമേഴ്സ് ഫൈസർ, മാൻകൈൻഡ്, ഇൻഡാസ്, അതുപോലെ തന്നെ മെർക്ക് ഗ്രൂപ്പ്, അലംബിക് ഫാർമസ്യൂട്ടിക്കൽ, അരവിന്ദോ ഫാർമ, കാഡില ഹെൽത്ത് കെയർ, ഡാനോൺ സൗത്ത് ആഫ്രിക്ക, മൈക്രോ ലാബ്സ്, ഇത്തരത്തിലുള്ള വമ്പൻ കമ്പനികളാണ് ഈ കമ്പനിയുടെ ക്ലയൻസ് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഇഷ്യൂ അഗ്രസീവ്ലി പ്രൈസ്ഡ് ആണെങ്കിൽ പോലും ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് സുദീപ് ഫാർമ. അപ്പം മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ് സുദീപ് ഫാർമ. വേദാന്ത ലിമിറ്റഡ് കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തിരുന്ന ഒരു ഓഹരിയാണ് വേദാന്ത ലിമിറ്റഡ്. വേദാന്ത ലിമിറ്റഡിൻ്റെ ഡീമർജറിൻ്റെ അനുമതി ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിലൊക്കെ വന്നേക്കാം. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റർ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ടായിരിക്കും സ്റ്റോക്ക് ഇരിക്കുന്നത്. അത്തരത്തിലുള്ള ഡിവിഡൻഡൊക്കെയാണ് ഈ കമ്പനി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേദാന്ത ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഡീമർജർ ഗെയിന് വേണ്ടി അറ്റ് എവരി ഡിപ്പിൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാവുന്ന ഒരു സ്റ്റോക്കാണ്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാണ്. 5 രൂപയാണ് ഇപ്പോഴത്തെ ഫേസ് വാല്യൂ, 1 രൂപയായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. അതോടൊപ്പം തന്നെ IDBI ബാങ്കിനെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ഇപ്പം മുന്നിട്ട് നിൽക്കുന്നത് കോട്ടക് ബാങ്കാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഈ അക്വിസിഷൻ കോട്ടക് മഹീന്ദ്ര ബാങ്ക് നടത്തുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് കോട്ടക് മഹീന്ദ്ര ബാങ്കിന് കിട്ടാൻ പോകുന്നത്. കാരണം IDBI ബാങ്കിൻ്റെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 100% പ്രൊവിഷൻ കവറേജ് റേഷ്യോ ഉള്ളൊരു PSU ബാങ്കാണ്. ധാരാളം ബിസിനസ് അക്രൂ ചെയ്യാൻ പറ്റുന്നൊരു ബാങ്കും കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ അക്വിസിഷൻ സക്സസ് ആവുകയാണെങ്കിൽ കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണത്. അപ്പോളോ മൈക്രോ സിസ്റ്റംസ് 16.98 കോടി ഒരു എക്സ്പോർട്സ് ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് റിലേറ്റഡ് ഓർഡറാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. ഇൻഡിഗോ ടാറ്റ മോട്ടോർ പാസഞ്ചർ വെഹിക്കിൾസ് ലിമിറ്റഡിനെ റീപ്ലേസ് ചെയ്യുകയാണ് BSE സെൻസെക്സിൽ ഡിസംബർ 22 മുതൽ. അപ്പോൾ ഒരു
എയർലൈൻസ് സ്റ്റോക്കും കൂടി വരികയാണ് സെൻസെക്സിലേക്ക്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ സെൻസെക്സിൻ്റെ മൂവ്മെൻറ്റിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അതേസമയം ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് സെൻസെക്സിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. ഒപ്പം നമ്മൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്ലാൻ നോക്കുകയാണെങ്കിൽ 15,000 മുതൽ 17,000 കോടി രൂപ വരെയാണ് അവർ 2029 വരെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. എയർപോർട്ട് മോഡേണൈസേഷന് വേണ്ടിയായിട്ടുള്ള ഒരു സ്പെൻഡിങ് ആണ്. തീർച്ചയായിട്ടും ഈ മോഡേണൈസേഷനിൽ ധാരാളം എക്യുപ്മെൻറ്റുകളൊക്കെ വാങ്ങേണ്ടി വരും, സെൻസേഴ്സ് വാങ്ങേണ്ടി വരും. അത്തരത്തിലുള്ള എക്യുപ്മെൻറ്റുകളും പ്രൊഡക്റ്റുകളും നിർമ്മിക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ടാറ്റ പാറ്റേൺസ്, സയൻറ്റ് ലിമിറ്റഡ് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ എക്സ്പാൻഷൻ പ്ലാനുകൾ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അടുത്ത 2-3 വർഷത്തേക്ക് ധാരാളം ഓർഡേഴ്സ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ജെമിനായി 3 ആൽഫബറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ജനങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ഇതുവരെ ഏറ്റവും റിലയബിളായിട്ട് ഏറ്റവും ഔട്ട് പെർഫോം ചെയ്തിരുന്നത് ഓപ്പൺ-എഐയുടെ ChatGPT ആണ്. പക്ഷേ ജെമിനായി 3 വന്നതിന് ശേഷം എല്ലാ പാരാമീറ്റേഴ്സിലും ഒരു പാരാമീറ്ററിൽ മാത്രമാണ് പിന്നിട്ട് നിൽക്കുന്നത്, കോഡിങ്ങിൽ മാത്രം. മറ്റെല്ലാ പാരാമീറ്റേഴ്സിലും ജെമിനായി 3 ആണ് മുന്നിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആൽഫബറ്റ് സ്റ്റോക്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഫോറിൻ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ആൽഫബറ്റ് സ്റ്റോക്ക് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാവുന്നതാണ്. ഇനി പല സ്റ്റോക്കുകളെയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ജെഫ്രീസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എം&എം ടാർഗറ്റ് പ്രൈസ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്ന 4,500 രൂപയാണ്. അതോടൊപ്പം തന്നെ അഡാനി എൻ്റർപ്രൈസസ് ടാർഗറ്റ് പ്രൈസ് 2,940 ആണ്. ഒപ്പം വി വർക്ക് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ടാർഗറ്റ് പ്രൈസ് ജെഫ്രീസ് കാണുന്നത് 790 ആണ്. അപ്പോൾ ഈ 3 സ്റ്റോക്കുകളാണ് ജെഫ്രീസ് കഴിഞ്ഞ ആഴ്ചയിൽ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ബേൺസ്റ്റേൺ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് ഹോം ഫസ്റ്റ് ഫിനാൻസ് ആണ്. 1,650 രൂപ പെർ ഷെയറാണ് അവർ കാണുന്ന പ്രൈസ് ഭാവിയിൽ. അതുപോലെ തന്നെ UBS ആക്സിസ് ബാങ്കിന് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. 1,500 ആണ് അവർ ഫിക്സ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് പ്രൈസ്. അപ്പോൾ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ലോസ് എല്ലാം തന്നെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസ് ലോസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ന്യൂസ് ലോസും നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ റഷ്യ ഉക്രൈൻ വാറൊക്കെ സെറ്റിൽ ആവുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് ഒരുപക്ഷെ ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിലും ഒരുപക്ഷെ ഒരു വൊളാറ്റിലിറ്റിയൊക്കെ ഈ വാർ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയേക്കാം, ഗോൾഡിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റ് വരുന്നത് മനുഷ്യരാശിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും പോസിറ്റീവ് ബയാസ് തന്നെയാണ്. എന്നിരുന്നാലും വൊളാറ്റിലിറ്റിയൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ ബെറ്റർ ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ആഴ്ചയിൽ നിഫ്റ്റി ഒരു പക്ഷേ റെക്കോർഡ് ഹൈ, പഴയ റെക്കോർഡ് ഹൈ ബ്രേക്ക് ചെയ്ത് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തേക്കാം. ഒപ്പം സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തേക്കാം. ഓവറോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോസിറ്റീവ് ബയാസ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. ഒപ്പം ഗ്ലോബൽ മാർക്കറ്റുകളിലും അത്തരത്തിലുള്ള സെൻറ്റിമെൻ്റ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ AI റിലേറ്റഡ് രംഗത്തുള്ള സ്റ്റോക്കുകളിലുള്ള സെൽ ഓഫൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവെയുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യ AI ഇൻസുലേറ്റഡ് ആണ്. അതായത് ഇന്ത്യയിൽ വളരെ കുറവ് കമ്പനികളാണ് AI റിലേറ്റഡ് സെക്ടറിലൊക്കെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയാണ് കമ്പാരിറ്റീവ്ലി സേഫ് മാർക്കറ്റ് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഗ്ലോബലി ഉള്ളത്. ഒപ്പം ഗോൾഡ്മാൻ സാക്സ്, അതുപോലെ തന്നെ HSBC, അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇന്ത്യൻ മാർക്കറ്റിനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. 2026 ഏറ്റവും നല്ല പെർഫോമിംഗ് മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോസിറ്റീവ് മൊമെൻറ്റും പോസിറ്റീവ് ബയാസ് ആണ്. എന്നിരുന്നാലും എല്ലാവരും ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, ഗ്ലോബൽ ഫാക്ടേഴ്സ് വൊളാറ്റിലിറ്റിയൊക്കെ ഉണ്ടാക്കിയേക്കാം. അതിനനുസരിച്ചുള്ള ചെറിയ വൊളാറ്റിലിറ്റിയൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.